Good morning, students. നമുക്ക് ഈ മോഡ്യൂളിൽ മൂന്നാമത്തെ മോഡ്യൂളായ കോംപ്ലക്സ് വേരിയബിൾ ഡിഫറൻസിയേഷനിലെ ഫസ്റ്റ് സെറ്റ് പ്രോബ്ലംസ് ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ സെറ്റ് പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. അപ്പൊ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്ത് ഫംഗ്ഷൻ ആണ്? കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് വൈ ഒക്കെ റിയൽ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് ഐ വൈ. അപ്പൊ ഇസഡ് എന്ന് ബേസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മറ്റൊരു ആൻസർ ഇമേജ് ആണ് നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷനിൽ വരുന്നത്. അപ്പോ എഫ് ഓഫ് ഇസഡ് ഈസ് നോൺ ആസ് കോംപ്ലക്സ് ഫംഗ്ഷൻ വേർ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. നമുക്ക് ഇതിന്റെ റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും കണ്ടുപിടിക്കണം. റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഈ ഇസഡ് സ്ക്വയർ എന്നുള്ളതില് ഇസഡിന് വേറെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ് പ്ലസ് ഐ വൈ. ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. എന്നിട്ട് ഇതിനെ സ്ക്വയർ ചെയ്യാം. ഇതിനെ സ്ക്വയർ ചെയ്യാൻ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ? എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. ഇത് അങ്ങനെ കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ വൈ ദ ഹോൾ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ മൈനസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇസഡ് സ്ക്വയർ. ഇനി ഇതില് റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇമേജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2xy. അതായത് നമ്മള് ഇപ്പൊ എ പ്ലസ് ഐ ബി എന്ന കോംപ്ലക്സ് നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. റിയൽ പാർട്ട് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ. റിയൽ പാർട്ട് ഓഫ് ഇസഡ് സ്ക്വയർ. റിയൽ പാർട്ട് ഓഫ് ഇസഡ് സ്ക്വയർ സമയം എത്രയാണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പൊ നാം തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഈ ഇമേജിനറി പാർട്ട് ഓഫ് ഇസഡ് സ്ക്വയർ ഓർ എഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്? 2xy. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളിവിടെ എന്താ തന്നിരിക്കുന്നത്? ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. ഇത് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പൊ എഫ് ഓഫ് ഇസഡ് നമുക്ക് ഇസഡ് സ്ക്വയർ തന്നിരിക്കുകയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിന്റെ റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും കണ്ടുപിടിക്കുക. റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഇസഡ് സ്ക്വയറിൽ ഇസഡിന് വേറെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ? എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. നമ്മൾ ഏത് ഫോർമുലയാണ് കൊടുത്തത്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അങ്ങനെ കൊടുത്തപ്പോ എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -1 ആണ്. അപ്പൊ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. ഇനി ഇതിന്റെ റിയൽ പാർട്ട് ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കിട്ടി. ഇമേജിനറി പാർട്ട് എന്ത് കിട്ടി? 2xy കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം. ഇതാണ് നമ്മുടെ ഈ മൂന്നാമത്തെ മോഡ്യൂളിലെ ഫസ്റ്റ് സെറ്റ് പ്രോബ്ലത്തിന്റെ സ്റ്റാർട്ടിങ് കേട്ടോ. ഈ പ്രോബ്ലം ഒരു ഫംഗ്ഷൻ തന്നാൽ അതിന്റെ റിയൽ പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഇമേജിനറി പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കാം.